ചാന്ദ്രദിന ക്വിസ് മത്സരങ്ങളിൽ അറിഞ്ഞിരിക്കേണ്ട ചോദ്യോത്തരങ്ങൾ. ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യ ബഹിരാകാശ പേടകം ഏത്? ഉത്തരം ലൂണ 2. ഭാരതത്തിൻ്റെ ത്രിവർണ പതാകയുമായി ചന്ദ്രോപരിതലത്തിൽ പതിച്ച ചന്ദ്രയാനിലെ പേടകം ഏതാണ്? ഉത്തരം MIP മൂൺ ഇംപാക്ട് പ്രോബ്. ഇന്ത്യയുടെ പ്രഥമ ചാന്ദ്ര പരിവേഷണ പദ്ധതി ഏത്? ഉത്തരം ചാന്ദ്രയാൻ 1. ചാന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് എവിടെ നിന്ന്? ഉത്തരം ശ്രീഹരിക്കോട്ട. ചാന്ദ്രദിനം ആഘോഷിക്കുന്നത് ഏതു സംഭവത്തിൻ്റെ സ്മരണയ്ക്കാണ്? ഉത്തരം 1969 നടന്ന ചന്ദ്രനിലേക്കുള്ള ആദ്യ മനുഷ്യൻ്റെ യാത്ര. നാസ എന്നത് എന്തിൻ്റെ പൂർണ്ണരൂപമാണ്? ഉത്തരം നാഷണൽ എയറോനോട്ടിക് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ. നീൽ ആംസ്ട്രോങ്ങിൻ്റെ പ്രശസ്തമായ വാക്കുകൾ ഏതാണ്? ഉത്തരം ഇത് മനുഷ്യന് ഒരു ചെറിയ കാലുവയ്പ്, എന്നാൽ മനുഷ്യരാശിക്ക് ഒരു കുതിച്ചുചാട്ടം. നാസയുടെ ആദ്യ ചന്ദ്രയാത്രാ ദൗത്യങ്ങളുടെ പേര് എന്ത്? ഉത്തരം അപ്പോളോ. ചാന്ദ്രദിനം ആദ്യമായി ആചരിച്ചത് ഏതു വർഷം? ഉത്തരം 1970. ചന്ദ്രൻ്റെ ഭ്രമണവേഗം ഏകദേശം എത്രയാണ്? ഉത്തരം 3682 km/h. ചാന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് എന്ന്? ഉത്തരം 2008 ഒക്ടോബർ 22. ചാന്ദ്രയാൻ 1 വിക്ഷേപണ സമയത്തെ ISRO ചെയർമാൻ ആര്? ഉത്തരം ഡോക്ടർ G. മാധവൻ നായർ. ചാന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് എന്നാണ്? ഉത്തരം 2019 ജൂലൈ 22. ഏത് റോക്കറ്റ് ഉപയോഗിച്ചാണ് ചാന്ദ്രയാൻ വിക്ഷേപിച്ചത്? ഉത്തരം PSLV-C11. ഇന്ത്യയുടെ ചാന്ദ്ര പദ്ധതിക്ക് ചന്ദ്രയാൻ എന്ന പേര് നൽകിയത് ആര്? ഉത്തരം AV വാജ്പേയി. ചന്ദ്രനിലൂടെ സഞ്ചരിച്ച ആദ്യ വാഹനം ഏത്? ഉത്തരം ലൂണാർ റോവർ. ചന്ദ്രൻ്റെ ഇരുണ്ട ഭാഗത്ത് പേടകം ഇറക്കിയ ആദ്യ രാജ്യം ഏതാണ്? ഉത്തരം ചൈന. ചന്ദ്രൻ്റെ ഇരുണ്ട ഭാഗത്ത് ഇറങ്ങിയ ആദ്യ പേടകം ഏതാണ്? ഉത്തരം ചാങ്-ഇ. ചന്ദ്രനിൽ ഇറങ്ങിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആര്? ഉത്തരം ചാൾസ് ഡ്യൂക്ക്. അവസാനമായി മനുഷ്യർ ചന്ദ്രനിൽ ഇറങ്ങിയ വർഷം ഏത്? ഉത്തരം 1972 ഡിസംബർ 12. ഭൂമിയുടെ ഒരേയൊരു പ്രകൃതിദത്ത ഉപഗ്രഹം ഏത്? ഉത്തരം ചന്ദ്രൻ. ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹങ്ങൾ ഏത്? ഉത്തരം ബുധൻ, ശുക്രൻ. ലൂണ എന്ന പദത്തിൻ്റെ അർത്ഥം എന്ത്? ഉത്തരം ചന്ദ്രൻ. വസ്തുക്കൾക്ക് ഏറ്റവും ഭാരം അനുഭവപ്പെടുന്ന ഗ്രഹം ഏത്? ഉത്തരം വ്യാഴം. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം ഏതാണ്? ഉത്തരം ഗാനിമേഡ്. സൂര്യൻ കഴിഞ്ഞാൽ ആകാശത്ത് ഏറ്റവും തിളക്കമുള്ള നക്ഷത്രം ഏത്? ഉത്തരം സിറിയസ്. അന്താരാഷ്ട്ര ബഹിരാകാശ ദിനം എന്ന്? ഉത്തരം ഏപ്രിൽ 12. ചന്ദ്രനെക്കുറിച്ചുള്ള പഠനം എന്ത്? ഉത്തരം സെലനോളജി. അന്താരാഷ്ട്ര ചന്ദ്രദിനം എന്നാണ്? ഉത്തരം ജൂലൈ 20. സൂര്യനിൽ നിന്ന് പ്രകാശകിരണം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം എത്ര? ഉത്തരം 8 മിനിറ്റ്. ഉദയാസ്തമയം ചന്ദ്രനെ അടിസ്ഥാനമാക്കിയുള്ള കലണ്ടർ ഏതാണ്? ഉത്തരം ഹിജ്റ കലണ്ടർ. ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്ന ലോഹം? ഉത്തരം ടൈറ്റാനിയം. ചന്ദ്രനിലെ മണ്ണ് അറിയപ്പെടുന്ന പേര് എന്ത്? ഉത്തരം റിക്കോലിത്ത്. ചന്ദ്രനിൽ ധാരാളമായി അടങ്ങിയ മൂലകം ഏത്? ഉത്തരം സിലിക്കൺ. ആദ്യമായി ചന്ദ്രോപരിതലം സ്പർശിച്ച മനുഷ്യനിർമ്മിത വസ്തു? ഉത്തരം ലൂണ 2. ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ വ്യക്തി? ഉത്തരം നീൽ ആംസ്ട്രോങ്. മനുഷ്യനെ ആദ്യമായി ചന്ദ്രനിൽ ഇറക്കിയ ബഹിരാകാശ ദൗത്യം എന്ത്? ഉത്തരം അപ്പോളോ 11. അപ്പോളോ 11 നിയന്ത്രിച്ച ബഹിരാകാശ സഞ്ചാരി ആര്? ഉത്തരം മൈക്കൽ കോളിൻസ്. രണ്ടാമതായി ചന്ദ്രനിൽ ഇറങ്ങിയ വ്യക്തി? ഉത്തരം എഡ്വിൻ ആൽഡ്രിൻ. നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൽഡ്രിനും ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ സ്ഥലം അറിയപ്പെടുന്നത് എന്ത്? ഉത്തരം പ്രശാന്തിയുടെ സമുദ്രം. അപ്പോളോ 11 വിക്ഷേപിച്ചത് എവിടെ നിന്ന്? ഉത്തരം കെനഡി സ്പേസ് സെൻറ്റർ, ഫ്ലോറിഡ.
ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യക്കാരൻ ആര്? ഉത്തരം രാകേഷ് ശർമ്മ. ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ പിതാവ് ആര്? ഉത്തരം വിക്രം സാരാഭായ്. പ്രപഞ്ചം മുഴുവൻ എൻ്റെ ജന്മനാടാണ് എന്ന് പറഞ്ഞത് ആര്? ഉത്തരം കൽപ്പന ചൗള. ആദ്യമായി ബഹിരാകാശത്ത് എത്തിയ ഇന്ത്യൻ വനിത? ഉത്തരം കൽപ്പന ചൗള. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം കഴിഞ്ഞ ഇന്ത്യൻ വനിത? ഉത്തരം സുനിത വില്യംസ്. ചന്ദ്രനിലേക്കുള്ള ദൂരം കണക്കാക്കിയ ആദ്യ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ? ഉത്തരം ആര്യഭടൻ.